ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിലും സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ആത്മവിശ്വാസമുള്ള വ്യക്തികളായി അവരെ മാറ്റുന്നതിലും മാതാപിതാക്കളുടെ പങ്കെന്താണ്? നിർണായകമായ പങ്കാണ് വഹിക്കാനുള്ളത്. കാരണം ഒരു കുട്ടിയുടെ മനസ്സ് എന്നത് വെണ്മയാർന്ന വൃത്തിയുള്ള വെളുത്ത കടലാസു പോലെയാണ്. അവരുടെ ജീവിതത്തിലേക്കുണ്ടാവുന്ന ഏറ്റവും ചെറിയ ഇടപെടലുകൾ പോലും അവർക്ക് രൂപമാറ്റം വരുത്തുന്നു. എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും പോസിറ്റീവ് ആണെങ്കിൽ അവരിൽ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന നിർദ്ദേശ സംഹിതയുമായിട്ടല്ല നാം ജനിച്ചത് എന്ന കാര്യം മാതാപിതാക്കൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യന്ത്രമനുഷ്യനോട് പറയുന്നത് പോലെ ആരും നമ്മളോട് ഒരു നിയമസംഹിതയോ പ്രവർത്തന നിർദ്ദേശ സംഹിതയോ തയ്യാറാക്കി തന്നിട്ട് ഇതിൽ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് ആരും നമ്മളോട് പറഞ്ഞില്ല. ഏത് കാര്യമാണെങ്കിലും അതൊരു കുട്ടിയുടെ മനസ്സിൽ ഉണർന്ന് വികസിക്കണമെങ്കിൽ ഒരു ദിവസത്തെ പ്രയത്നം മാത്രം പോരാ, മറിച്ച് നിരന്തരമായ നിയന്ത്രിത നിർമ്മാണ പ്രക്രിയയാണത്. കാരണം അവർ അനുഭവിക്കുന്ന ഏത് ചെറിയ കാര്യവും ആന്തരികമായി ആഗിരണം ചെയ്യപ്പെടുന്നു. അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ ആന്തരിക ലോകം രൂപപ്പെടുന്നത്. അതിലൂടെ തന്നെയാണ് അവരുടെ ബാഹ്യലോകവും രൂപപ്പെടുന്നത്. മനുഷ്യരെ നോക്കുന്ന ഒരു വ്യക്തി കേവലം ആ മനുഷ്യനെ മാത്രമല്ല കാണുന്നത്, മറിച്ച് അവന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതിനെയാണ് നാം കാണുന്നത്. വി ഡോണ്ട് സീ ദ പേഴ്സൺ, ബട്ട് വി സീ ദ ഇമാജിനേഷൻ ദാറ്റ് ക്രിയേറ്റഡ് അബൌട്ട് ദാറ്റ് പേഴ്സൺ. അടിസ്ഥാന പ്രമാണമായി മാതാപിതാക്കളെയോ മറ്റേതെങ്കിലും വ്യക്തിയോ കാണുന്നിടത്താണ് ആന്തരികമായ ആഗിരണം നടക്കുന്നത്. അതുതന്നെയാണ് മാതാപിതാക്കളുടെ പ്രാധാന്യം.